പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യങ്ങൾ കടുക്കുകയും ആഗോള ഊർജ്ജ വിപണി കടുത്ത ആശങ്കയിലാകുകയും ചെയ്യുമ്പോൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു നിർണായക റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പതിറ്റാണ്ടുകളായി എണ്ണ ഇറക്കുമതിക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന അമേരിക്ക ഇന്ന് ആഗോള വിപണിയിലെ പ്രധാന വിതരണക്കാരായി സ്വയം മാറിയിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന നെറ്റ് ഓയിൽ എക്സ്പോർട്ടായി മാറുന്നത്. ആഭ്യന്തര ഉൽപാദനത്തിൽ ഉണ്ടായ വൻ വർധനവും അന്താരാഷ്ട്ര വിപണിയിലെ പുതിയ സാഹചര്യങ്ങളും ഈ മാറ്റത്തിന് കരുത്തേകി. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് മധ്യേയാണ് ഈ വാർത്ത വരുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അമേരിക്കയുടെ ഈ കുതിച്ചുചാട്ടത്തിന് എങ്ങനെയാണ് സാഹചര്യം ഒരുക്കിയത്? ഹോർമുസ് കടലിടുക്കിലെ സ്തംഭനം ആഗോള വിപണിയെ എങ്ങനെ സ്വാധീനിക്കും? വൻ ശക്തികളായ ജപ്പാനും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കൻ എണ്ണയിലേക്ക് തിരിയുന്നത് എന്തുകൊണ്ട്? അന്താരാഷ്ട്ര ഊർജ്ജ ഭൂപടത്തിലെ ഈ വൻ മാറ്റത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു കാലത്ത് എണ്ണ ഇറക്കുമതിക്കായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ പൂർണ്ണമായും ആശ്രയിച്ചിരുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്ത് മുഴുവൻ ഇന്ധനം നൽകുന്ന ശക്തിയായി മാറിയതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണങ്ങളുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലത്തിന് ശേഷം ആദ്യമായാണ് അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. 1940കളിൽ യുദ്ധാവശ്യത്തിനായി എണ്ണ ഉൽപാദനം വർദ്ധിപ്പിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരമൊരു സാമ്പത്തിക നേട്ടം രാജ്യം കൈവരിക്കുന്നത്. പതിറ്റാണ്ടുകളോളം എണ്ണ ഇറക്കുമതിക്കായി ചെലവാക്കിയിരുന്ന വൻ തുക ഇപ്പോൾ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് വരുമാനമായി തിരിച്ചെത്തുകയാണ്. അമേരിക്കൻ എണ്ണ ഉൽപാദനം നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണുള്ളത്. ഇതിൽ പ്രധാനമായും നന്ദി പറയേണ്ടത് ടെക്സാസിലെയും ന്യൂ മെക്സിക്കോയിലെയും ഷെമിയൻ ബേസിൻ എന്ന മേഖലയ്ക്കാണ്. ഇവിടെയുള്ള ഷെയിൽ ഓയിൽ ശേഖരത്തിൽ നിന്ന് അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എണ്ണ പുറത്തെടുക്കുന്നതിൽ അമേരിക്കൻ കമ്പനികൾ വൻ വിജയം കണ്ടു. ആഭ്യന്തര ആവശ്യങ്ങൾക്കപ്പുറം വലിയൊരു വിഹിതം എണ്ണ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കാൻ ഇത് അമേരിക്കയെ പ്രാപ്തമാക്കി. വെറുമൊരു സാമ്പത്തിക നേട്ടം എന്നതിലുപരി ഇതൊരു വലിയ നയതന്ത്ര വിജയം കൂടിയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ കാരണം എണ്ണ വിതരണം തടസ്സപ്പെടുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ അമേരിക്കയെ ഈ ഉൽപാദന വർധനവ് സഹായിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്ക് നൽകിയ മുൻഗണനയാണ് ഇന്ന് ഈ ചരിത്രപരമായ നേട്ടത്തിലേക്ക് അമേരിക്കയെ എത്തിച്ചിരിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ഹോർമുസ് കടലിടുക്കാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. പശ്ചിമേഷ്യൻ യുദ്ധം മുറുകുമ്പോൾ ലോകം മുഴുവൻ കൂടുതൽ ഭയപ്പെടുന്നതും ഈ ചെറിയ കടൽപാതകളുടെ സുരക്ഷയെക്കുറിച്ചാണ്. പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള അതീവ തന്ത്രപ്രധാനമായ ഈ പാതയിലൂടെയാണ് ലോകത്തിന്റെ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 1/5 കടന്നു പോകുന്നത്. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കപ്പലുകൾ അന്താരാഷ്ട്ര വിപണിയിൽ എത്താനുള്ള ഏക മാർഗമാണിത്. അതുകൊണ്ട് തന്നെ ഈ പാതയിൽ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ആഗോള ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ഹോർമുസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറുമോ എന്ന ആശങ്ക ശക്തമാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ലാത്തതിനാൽ ഇറാൻ ഈ പാത ഉപരോധിക്കുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനായി ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങൾ കൈകോർക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ പ്രതിസന്ധി ഇതിനോടകം തന്നെ പല രാജ്യങ്ങളെയും സാമ്പത്തിക വളർച്ചയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എണ്ണവിലയിലെ അസ്ഥിരത ലോകമെമ്പാടും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും സാധന സാമഗ്രികളുടെ വില ഉയരാൻ കാരണമാവുകയും ചെയ്തു. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ജർമ്മനി തുടങ്ങിയ വൻ ശക്തികൾ തങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്കായി ഇപ്പോൾ അമേരിക്കൻ വിപണിയെ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ്. ഹോർമുസ് പാത അപകടത്തിലായതോടെയാണ് അമേരിക്കൻ എണ്ണയ്ക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറിയത്. വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന കുറവ് നികത്താൻ അമേരിക്ക ഉൽപാദനം വർദ്ധിപ്പിച്ചത് ആഗോള വിപണിക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. എങ്കിലും ഈ പാതയുടെ പൂർണ്ണമായ സ്തംഭനം ലോക സമ്പദ് വ്യവസ്ഥയെ വലിയൊരു മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം ഇന്ധനവില കുതിച്ചുയരുമെന്ന് ലോകം ഭയപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് അമേരിക്കയുടെ ഈ നിർണായക ഇടപെടൽ ഉണ്ടാകുന്നത്. ഇത് ആഗോള വിപണിയിൽ കേവലം ഒരു താൽക്കാലിക മാറ്റമല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വലിയൊരു സാമ്പത്തിക സ്വാധീനമാണ് സൃഷ്ടിക്കുന്നത്. സാധാരണഗതിയിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം ഉടലെടുക്കുമ്പോൾ എണ്ണ വിതരണം തടസ്സപ്പെടുകയും വില കുതിച്ചുയരുകയും ചെയ്യാറുണ്ട്. എന്നാൽ അമേരിക്കയിൽ എണ്ണ ഉൽപാദനം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലായതോടെ വിപണിയിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിതരണത്തിൽ ഉണ്ടാകുന്ന കുറവ് നികത്താൻ അമേരിക്കൻ എണ്ണയ്ക്ക് കഴിയുന്നത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റം ഉണ്ടാക്കാതെ തടയാൻ സാധിക്കുന്നു. പതിറ്റാണ്ടുകളായി ഒപെക് രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന വൻ ശക്തികൾ ഇപ്പോൾ തങ്ങളുടെ നയം മാറ്റുകയാണ്. നെതർലൻഡ്സ്, ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങുന്നു. ഇത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ വിപണിയുടെ അനിഷേധ്യമായ സ്വാധീനം കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. എണ്ണവിലയിലെ വർധനവ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ പിന്നോട്ട് വലിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയുടെ ഈ നെറ്റ് എക്സ്പോർട്ട് പദവി വിപണിയിൽ ലഭ്യത ഉറപ്പാക്കുന്നതിലൂടെ പണപ്പെരുപ്പത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ഡോളറിന്റെ ഒരു കരുത്ത് വർദ്ധിപ്പിക്കാനും ഊർജ്ജ വിപണിയിൽ കൂടുതൽ നയതന്ത്ര സ്വാധീനം നേടാനും വലിയൊരു അവസരമാണ് നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് ഉയർത്തിപ്പിടിക്കുന്ന ഊർജ്ജ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം അമേരിക്കയ്ക്ക് സാമ്പത്തിക നേട്ടം മാത്രമല്ല നൽകുന്നത്, മറിച്ച് വിദേശ നയങ്ങളിൽ കൂടുതൽ കരുത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ ഇത് പ്രാപ്തരാക്കുന്നു.
എണ്ണ ഇറക്കുമതിക്കായി പണം ചെലവാക്കുന്നതിന് പകരം എണ്ണ വിറ്റ് വരുമാനം നേടുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയത് ലോക സാമ്പത്തിക ക്രമത്തിന്റെ വലിയൊരു നാഴികക്കല്ലാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ ഊർജ്ജ ഭൂപടം വലിയൊരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം എണ്ണ ഇറക്കുമതിക്കായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന് അമേരിക്ക ഇപ്പോൾ വിരാമമിട്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധവും സംഘർഷവും ആഗോള വിതരണ ശൃംഖലയെ വെല്ലുവിളിക്കുമ്പോൾ അമേരിക്കയുടെ ഈ നെറ്റ് എക്സ്പോർട്ട് പദവി വിപണിയിൽ ഒരു വലിയ സുരക്ഷാ കവചമായി മാറുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിലും അമേരിക്കൻ എണ്ണയുടെ വർദ്ധിച്ച ലഭ്യത ആഗോള വിപണിക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പണപ്പെരുപ്പവും ഇന്ധനവില വർധനവും കൊണ്ട് വലയുന്ന ലോകരാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് ഊർജ്ജത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ മാറ്റം നിർണായകമാണ്. ഊർജ്ജ വിപണിയിലെ ഈ പുതിയ ലോകക്രമം വീണ്ടും വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് ഉറ്റുനോക്കാം.